ആ ഭാഗത്തുനിന്നൊക്കെ നല്ല അടി 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 അടി. എറമ്പിലായിരിക്കും എപ്പോഴും വരാൻ. അവിടെ കിട്ടിയില്ല, അടിച്ചു അടിച്ച് അടിച്ച്. അയ്യോ വിട്ടുപോയി. മേളിൽ പറഞ്ഞ അടിച്ച് മിസ്സായതാണ്, താഴെ വന്ന് വേറെ അടിച്ച്. ഹായ് ഗൈസ്, നമ്മൾ കൊണ്ട് കാസ്റ്റിങ്ങിന് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സെയിം സ്പോട്ടിൽ വൈകുന്നേരം വന്ന് കാസ്റ്റ് ചെയ്തായിരുന്നു. നമ്മൾ ഇന്നും ഈ സെയിം സ്പോട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത് വൈകുന്നേരം. ഇന്നാണ് ഇച്ചിരി മഴക്കോളും കാര്യങ്ങളൊക്കെ. എന്താണെന്ന് അറിയത്തില്ല, മീൻ കിട്ടുമെന്ന് അറിയത്തില്ല. മീനിൻ്റെയൊക്കെ ആക്ടിവിറ്റിയും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റൗണ്ടൊക്കെ നോക്കട്ടെ. എല്ലാം ഒന്ന് വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റൗണ്ടൊക്കെ വെച്ച് സ്റ്റിക്കെല്ലാം നൂത്തിട്ട് വേണം പരിപാടി തുടങ്ങാൻ. സ്റ്റിക്കെല്ലാം ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യട്ടെ. ഇതുണ്ടോ നമ്മൾ മറ്റേ ഹോൾഡർ രക്ഷയില്ല, പൊളി കണക്കം ചെയ്തിട്ട് കേട്ടോ. പോക്കറ്റ് കിടക്കട്ടെ, പോക്കറ്റ് കിടക്കണം. ഉൾഫ്രോവാണ് ഇപ്പോൾ കിടക്കുന്നത്. ഉൾഫ്രോ എടുത്ത് മാറ്റണം. റോഡ് മാറ്റിയിട്ട് റോഡ് നമ്മുടെ ഇൻഡസ്പിൻ എന്ന് പറഞ്ഞ കുക്കുമ്മയുടെ റോഡാണ് കേട്ടോ. മീനിൻ്റെയൊക്കെ ആക്ടിവിറ്റി നല്ലപോലെ കാണുന്നുണ്ടോ ഇവിടേക്ക്. എന്തായാലും നോക്കാം എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് സെറ്റ് ചെയ്യാം. എന്തായാലേ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലോട്ട് വിട്ടേക്കാം. കാച്ചിയേക്കാം, നമുക്ക് തുടങ്ങിയേക്കാം. കാരണം നല്ല മഴക്കമുണ്ട്. ഓക്കെ, ഇതുണ്ടോ ഒരു സാധനം ക്രോസ് ചെയ്യുന്നുണ്ടോ? വെടിയും ടൗണല്ല പോയ കേട്ടോ. അത് എൻ്റെ പൊന്നെ, ഫുള്ള് എഴുജന്തുക്കളാണല്ലോ. ഈ സൈഡൊക്കെ കാട് പിടിച്ച് കിടക്കും. ഇതിലെ കൂടെ കാണാൻ കയറി പോകാൻ ടാസ്ക് ആവുമോ? എന്തായാലും നോക്കാം. നമ്മളെന്തായാലും ഈ വഴി മേപ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗൈസ് നമ്മൾ വേറെ സ്പോട്ടിലോട്ട് കയറി വന്നിട്ടോ. അതല്ലാണ്ട ആ ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിൽ നിന്ന് കാസ്റ്റ് ചെയ്താൽ കറക്റ്റ്. അതിനകത്തെ കണ്ട നല്ല അടി അടിക്കും കേട്ടോ. നല്ല പൊട്ടിൽ പൊട്ടിക്കും. അതൊക്കെ പക്ക ഏറാം. എവിടെയെങ്കിലും ഹൈഡ് ചെയ്തിപ്പോണ്ട് ഇറങ്ങി ഒന്ന് പൊട്ടിക്കും. ആ ഭാഗത്തുനിന്നൊക്കെ നല്ല അടി അടി അടി. ഫസ്റ്റ് മീനാണ് വരുന്നത്. മീനുണ്ടോടെ? ഫസ്റ്റ് വരാല് ചീമിട്ടോ സാധനം. ഫസ്റ്റ് വരാല് അവിടെ നട്ടീന്ന് പറഞ്ഞല്ലോ, അപ്പോഴത്തേനും അടി കിട്ടി. ഫസ്റ്റ് വിയറ്റ്നാമാണേ, കാണിച്ചു തരാം. ഉണ്ടേ നല്ല കിടുക്കാച്ചി ഒരു വിയറ്റ്നാം വരാല് സെറ്റ് സാധനം, അടിപൊളി. നിലവിനെ എടുത്തിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ വരാല് കേട്ടോ. ബേബി ക്രോസ്, ബേബി ക്രോസിന് രണ്ടാമത്തെ വരാല് അണ്ടേ വിട്ടുപോയി. ചെറുതാണ് ആള്, കുഴപ്പമില്ല, കുളത്തിൽ കൊണ്ടിടാം. അടിച്ച് മിസ്സായിപ്പോയി. അടിച്ച് സൈസായിരുന്നു, അടിച്ചെടുത്താണല്ലോ.
വെള്ളം ഇച്ചിരി കൂടുതലാണ്. ഈ സൈഡിലൊക്കെ പോകാൻ മീൻ കാണും. എറമ്പിലായിരിക്കും എപ്പോഴും വരാൻ. അവിടെ കിട്ടിയില്ല, അടിച്ചു. ഞാൻ പറഞ്ഞില്ലേ എറമ്പിലായിരിക്കും എപ്പോഴും വരാൻ ഹൈഡ് ചെയ്യുന്ന പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് നമ്മുടെ 3 പൊളി പൊളി ഗൈസ്, പൊളി. തകർപ്പം പോരല്ലേ കേട്ടോ, ഇതെല്ലാം വിയറ്റ്നാം പോലെയാണ്. എന്തായാലും ഇതിനെ കൂടെ എടുത്തിട്ട് കാസ്റ്റ് ചെയ്യാം. എല്ലാം നമ്മുടെ ക്രോസിലാണ്, ബേബി ക്രോസിലാട്ടോ തകർത്തോണ്ടിരിക്കുന്നത് നമ്മൾ. എന്തായാലും നോക്കാം, വേറെ കൂടെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഈ വെള്ളം ഇച്ചിരി കയറിയിട്ടുള്ളതുകൊണ്ടേ ഇവരെല്ലാം സൈഡിറമ്പിക്ക് വന്ന് നിൽക്കുക. അടുത്ത് ഫോളോ, ജസ്റ്റ് മിസ്. ഫോളോ മാത്രമാണല്ലോ കേട്ടോ. സ്പിന്നറാൽ അടിച്ചിട്ട് ഒരു ബേബി ക്രോസും എടുക്കണം. ഓൾറെഡി ഇപ്പോൾ 2 ഉണ്ട്. 2ൻ്റെയും ചാറ് പോയി. ഒരെണ്ണം കൊടുത്താലേ പിഴ അടക്കത്തുള്ളൂ. നമ്മൾ സ്ലോലിയാണ് റിട്രീവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുത്തനും കുറച്ച് വെള്ളത്തിലോട്ട് ഇറക്കി കാസ്റ്റ് ചെയ്യാൻ. ഇതുണ്ടോ, അതുള്ള പുല്ലിൻ്റെ സൈഡിലൊക്കെ കാണും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അതുള്ള പുല്ലിൻ്റെ സൈഡിലൊക്കെ മീൻ കാണുന്നു. സ്ട്രൈക്ക് എൻ്റെ മച്ചാമാരെ. ഇപ്പോൾ ഈ വെള്ളം കയറി കിടക്കും. അവിടെ നിന്ന് വെള്ളമില്ലാതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എറിഞ്ഞപ്പോൾ മേളിൽ കയറി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവിടൊക്കെ കാണും. ചുവണ്ടിലോട്ട് കയറ്റി എറിയാം. മാക്സിമം എറിയുമ്പം നിങ്ങൾ ഡയറക്റ്റ് വെള്ളത്തിൽ എറിയാതിരിക്കുക. അവിടെ സ്പിന്നർ വർക്കായില്ല. ഒരു 3-4 പിള്ളേർ വരുന്നുണ്ട്. ആ, എന്തെടുക്കുമായിരുന്നു വെളി? ഉണ്ട്. 3 ചെറുതുണ്ടായിരുന്നു. അതിനകത്ത് കിടപ്പുണ്ട്, എടുത്തോ. കൊല്ലിക്കത്ത് ജീവനുണ്ട്. നിങ്ങൾ എങ്ങനെ കൊണ്ടു? അരിഞ്ഞെടുക്കാം. വീഡിയോസ് ഒക്കെ കാണോ ഞങ്ങൾ? ഇടയ്ക്ക് ഷോർട്ട് സബ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏത് മീനിന്റെ വീഡിയോ ഉണ്ടായാലും അവരുടെ എല്ലാത്തിനും സബ് ചെയ്യും. എടുത്തോ, മീനെടുത്തോ, എടുത്തടാ. അതിനകത്ത് 3 ഉണ്ട്? അത് മൊത്തം എടുത്തോ, മൊത്തം എടുത്തോ. അത് കുടഞ്ഞ് നിങ്ങളെടുത്ത് ഇങ്ങോട്ടെടുത്തോ. അത് കുടഞ്ഞിട്രാ. നിങ്ങൾക്ക് പേടിയാണോ? നിങ്ങൾക്ക് 3 ഉണ്ട്. അപ്പൊ
എളുപ്പം ചാവത്തില്ലേ? ഫ്രിഡ്ജ് ബോക്സിൽ എടുത്തിട്ടോ. നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ, ഓരോന്ന് വെച്ചെടുത്തോ. എനിക്ക് സ്ഥലമില്ല. ഞാൻ കാര്യമാണ് നമ്മൾ പിടിച്ച മീൻ തന്നെ നമ്മുടെ കൊച്ചു പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടാ. മൂന്നര പേര് പറഞ്ഞേ. നിന്റെ പേര് അർജുൻ. എന്തുവായിരുന്നു പരിപാടി? എത്രല്ല പഠിക്കുന്നത്? 3 പേരും. എവിടാ? ഓക്കെ. 3 പേരുടെ വൈകിട്ട് ചുമ്മാ ഇറങ്ങിയ. ഓക്കെ ശരി. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ പിടിച്ച മീനെ 3 മീൻ കിട്ടി വൈകിട്ട് വന്നിട്ട്. ആ 3 മീൻ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. 3 പേരും അമ്മമാർക്ക് കൊടുത്തിട്ട് മീൻ കേട്ടാ. ആ കൊച്ചു കഴിഞ്ഞ് ചോദിച്ചു, അണ്ണാ ആ മീൻ തരുമോ, ഒരെണ്ണം തരുമോ എന്ന് ചോദിച്ചു. ബാക്കിയുള്ളവർ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ എനിക്കിവിടെ തരണേ. നമ്മുടെ അതിനകത്ത് കറക്റ്റ് 3 മീനുണ്ടായിരുന്നു. 3 മീൻ കൊടുത്ത് അവന്മാർ ഹാപ്പിയായിട്ട് അടിച്ച് തുള്ളി പോയിട്ടുണ്ട്. സന്തോഷമുണ്ട്. നമ്മളും പണ്ട് ഇങ്ങനെയൊക്കെ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുമ്പോൾ നമ്മളും മീൻ ചോദിച്ച് മേടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇമ്മരൊന്നും ചോദിച്ചപ്പോൾ എനിക്കതാണ് കേട്ടോ തോന്നിയത്. നമ്മളന്നേരെ കൊടുത്ത് അമ്മമാർക്ക് കൊടുത്ത് പിള്ളേരും കൊണ്ടോട്ടെ. അമ്മമാരെ അടിച്ചു സന്തോഷിച്ചാ പോയ. അമ്മമാരെ ചാടിത്തുള്ളിയൊക്കെയാ പോയെ. എന്തായാലും കൊള്ളാം. നമ്മൾ വൈകുന്നേരം കാസ്റ്റിങ് ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ചെറുമീനോ ആഹാരം പിടിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ തോട്ടിലങ്ങ് വെള്ളമില്ല ഗൈസ്. അടിച്ച് ഫസ്റ്റ് വരാല് തനി നാടൻ വരാൽ കേട്ടോ. രക്ഷയില്ല, അടിപൊളി വരാല്. കിടുക്കാച്ചിരി നാടൻ വരാൽ കേട്ടോ. ഫുള്ള് മഞ്ഞ, അടിപൊളി. ഇതാണ് തനി നാടൻ. നിലവിനെടുത്തിട്ട് കാസ്റ്റ് ചെയ്യാം. ഇങ്ങോട്ടൂടെ നിന്ന് കാസ്റ്റ് ചെയ്തു. ഓക്കെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചെങ്കിലോ. അയ്യോ വിട്ടുപോയി. ശേ, സ്ട്രൈക്ക് സ്ട്രൈക്ക് സ്ട്രൈക്ക്. ഇവിടെ വെച്ചാൽ മീൻ പോയി ഈ ചപ്പ കയറ്റി വെച്ച് അടിച്ചു കളഞ്ഞു. നമുക്ക് എന്തായാലും ഇവിടെ നോക്കാം. അടി അടിച്ച് 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 പോവാതിങ്ങ നല്ല മതിയായിരുന്നു. അയ്യോ പോയെന്ന് പറഞ്ഞാൽ വിടൂ. ഇതൊന്നും വിടാൻ പറ്റത്തില്ല. ഒക്കെ കിട്ടുപോയി. നമ്മൾ പിടിച്ച് നമ്മുടെ രണ്ടാമത്തെ മീൻ ഉക്കേന്ന് ഇട്ട് പോയിട്ട് നമ്മൾ ചാടി പിടിച്ചൊറ്റക്കൈ കണ്ട്. അത് നല്ല നാടൻ വരാല് കണ്ട്. നല്ല നാടൻ വരാലുണ്ട്. അടിപൊളി. രണ്ടാമത്തെ മീനും കയറി. മേളിൽ പറഞ്ഞാൽ അടിച്ച് മിസ്സായതാണ്. താഴെ വന്ന് വേറെ അടിച്ച്. അടിപൊളി. അവള് മൂന്നാമത്തെ വരാല്. പൊളി 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 പൊളി. മൂന്നാമത്തെ നാട്ടൻ. മേളിൽ നിന്ന് പറഞ്ഞാൽ അടിച്ച് മിസ്സായി. നേരെ താഴെ വന്ന് വേറെ അടിച്ച്. മേലടിച്ച് സൈസ് ആനായിരുന്നു കേട്ടോ. എൻ്റെ ഹുക്ക് രണ്ടും കയറി കണ്ണിൽ കൂടെ. കണ്ണിൻ്റെ തൊട്ടിറങ്ങിൽ കൂടെ കയറിയിരിക്കുന്നത്.
പിന്നെ മൂന്നാമത്തെ മീൻ ഇതിൻ്റെ മേലൊരെണ്ണം അടിക്കുക, അത് നോക്കട്ടെ കിട്ടുമെന്ന്. ആ ഇച്ചിരി സൈസ് സാധനമായിരുന്നു, നല്ല അടി അടിക്കാൻ. നാലാമത്തെ വരാല് ഞാൻ ഓർത്തടിക്കത്തില്ലായിരുന്നു കേട്ടോ. എന്താ ഭാഗ്യത്തിന് കിട്ടി കേട്ടോ, നല്ല ക്ലിയർ ഹുക്കപ്പ്. നാലാമത്തെ വരാല് ഇവൻ വിയറ്റ്നാം കേട്ടോ, വിയറ്റ്നാം വരാലാണ്. ഒരു വിയറ്റ്നാം വരാലിനെ കിട്ടി. ഹുക്കുണ്ടോ, കറക്റ്റ് താടിയല്ലേ കൂടെ ഒറ്റ ഹുക്കേ ഉള്ളുണ്ട്. കൊള്ളാം, എനിക്കതിടാ.